എണ്ണിച്ചേർത്തിരിക്കുകയാണ്. 19-ാം വാർഡിൽ 80-ഓടടുത്തും ക്രൈസ്തവ വോട്ടുള്ള ഒരു വാർഡിൽ അവിടെ മത്സരിച്ച് ജയിച്ചിരിക്കുന്നത് UDF-ന്റെ ഒരു ക്രൈസ്തവ സഹോദരിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് എക്കാലവും വർഗീയത പ്രചരിപ്പിക്കുന്ന, വർഗീയതയ്ക്ക് കൂട്ടുനിന്നിട്ടുള്ള, വർഗീയത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് പിടിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിന് ഈ UDF നൽകുന്ന മറുപടി. കേരളത്തിൽ അങ്ങോളം തെരഞ്ഞെടുപ്പിന്റെ കാലങ്ങൾ വരുമ്പോൾ വർഗീയതയുമായി രംഗപ്രവേശനം ചെയ്തുകൊണ്ട് എല്ലാ കാലത്തും വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടി കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് താക്കീതാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വോട്ടിന് വിജയിച്ച ആ വോട്ടിൽ നിന്ന് അത് 200 ഓടിനും കഴിഞ്ഞ 5 വർഷക്കാലം കൈവിട്ടുപോയ ആ വാർഡിനെ നമ്മൾ തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് എനിക്കൊന്ന് ചോദിക്കുവാനുണ്ട്. നിങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയാതെ പോയത് നിങ്ങളുടെ പാർട്ടി പഠിച്ച് മറുപടി പറയേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ ആ വാർഡിനെ പ്രതിനിധീകരിച്ചവരും അതിന് നേതൃത്വം കൊടുത്തവരും CPM അതിന് മറുപടി പറയേണ്ടതുണ്ട്. നിങ്ങൾ ഈ നാടിന്റെ വികസനത്തിന് പുറകോട്ടടിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. കഴിഞ്ഞ 2020 ഭരണസമിതി 2020-യുടെ മെമ്പർമാർക്കല്ലാതെ UDF-ന്റെ മെമ്പർമാർക്ക് അവർക്ക് അർഹതപ്പെട്ട വിഹിതം പോലും കൊടുക്കാതെ ആ വാർഡിനെ വികസനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, പിന്നോട്ടടിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ മുൻകാലങ്ങളിൽ ഞങ്ങൾ ചെയ്തതുപോലെ ഈ കാലത്തും ഞങ്ങൾ ചെയ്യുവാൻ, നേതൃത്വം കൊടുക്കുവാൻ UDF-ന് ശക്തമായ നേതൃത്വമുണ്ട്. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഒരു കോൺഗ്രസുകാരൻ എന്ന അഭിമാനം നിലനിർത്തിക്കൊണ്ട് പറയുന്നു, 30 വർഷക്കാലത്തെ കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിവേര് അടുത്തു മാറ്റിയത് KK മീദീൻ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ആണ് എങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം 2020-യുടെ അടിവേര് അറുത്തു മുറിച്ചത് KK രമേശൻ എന്ന നമ്മുടെ നാട്ടുകാരന്റെ പിന്തുണയോടുകൂടിയാണ്. അദ്ദേഹം മണ്ഡലം പ്രസിഡന്റായി ഇതിനുശേഷമാണ് ആ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് മുസ്ലിം ലീഗിന്റെ ഘടകകക്ഷിയുടെ പ്രവർത്തനവും ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് മത്സരിച്ച 5 സീറ്റിലും അവർ വിജയിച്ചിരിക്കുകയാണ്. പട്ടിമറ്റത്ത് നിന്ന് 5 വാർഡ് അത് പിടിച്ചെടുത്തിരിക്കുന്നത് 2020-യിൽ നിന്നാണ്. കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് തെളിയിച്ചിരിക്കുന്നു. ഞങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്ന ചില സൂചനകളുണ്ട്. ആ സൂചനകളെ മുൻനിർത്തിക്കൊണ്ട് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാട്ടാളത്ത് ഭരണത്തിനെ താഴെയിറക്കി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.